UPI ഇടപാടുകൾക്ക് ഇനി മുതൽ ഫീസിന് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. 2000 രൂപയ്ക്ക് മുകളിലുള്ള ബിസിനസ് ഇടപാടുകൾക്ക് 0.25% മുതൽ 0.4% വരെ ഫീസ് ഈടാക്കിയേക്കുമെന്നാണ് വിവരം. വ്യക്തികൾക്കിടയിലെ ഇടപാടുകളെയും ചെറിയ തുകയ്ക്കുള്ള പർച്ചേസുകളെയും മാറ്റം ബാധിക്കില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ബിൽ പ്രകാരം വരുന്ന നിയമ ഭേദഗതിയാണ് ഫീസ് ഈടാക്കാനുള്ള സാധ്യത തുറക്കുന്നത്. കൂടാതെ എല്ലാ വ്യാപാരികളും ഈ ചെറിയ തുക ഉപഭോക്താക്കളുടെ മേൽ ചുമത്തണമെന്നില്ലെന്നും സർക്കാർ പറയുന്നുണ്ട്. നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് MDR ഉണ്ടെങ്കിലും മിക്ക വ്യാപാരികളും അത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡുകളിൽ MDR ഇടപാട് തുകയുടെ 3% വരെ ഉയർന്നേക്കാം. എന്നാൽ 20 ലക്ഷം രൂപ വരെയുള്ള ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് 0.4% എന്ന പരിധിയുണ്ട്. ഉയർന്ന തുകയാണെങ്കിൽ അത് 0.9%. ഓൺലൈൻ ഇടപാട് നടത്തുന്നതിന് വ്യാപാരികൾ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവന ദാതാക്കൾക്കും നൽകേണ്ടി വരുന്ന സേവന ഫീസാണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. 2020 മുതൽ UPI റുപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് MDR ഈടാക്കുന്നില്ല. ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം UPI ഇടപാടുകൾക്ക് ഭാവിയിൽ നിരക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യത റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പൂർണ്ണമായും തള്ളിയിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. പണനയ പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് UPI ബാധ്യതകളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത്. വൻകിട ബിസിനസ് ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചെറിയ തോതിൽ സേവന നിരക്ക് ഈടാക്കാൻ അനുമതി നൽകുന്ന പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ഭേദഗതി ബിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച പശ്ചാത്തലത്തിലാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രതികരണം. ചാർജ് ഈടാക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയേണ്ട സമയമായിട്ടില്ലെന്നാണ് സഞ്ജയ് മൽഹോത്ര പറഞ്ഞത്. സർക്കാരിന്റെ നിയമ ഭേദഗതി പ്രക്രിയകൾ നടക്കുകയാണെന്നും ഡിജിറ്റൽ പൊതു സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി നിലനിൽക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതിനാൽ തന്നെ ഇതിന്റെ ചെലവ് ആരെങ്കിലും വഹിച്ചേ തീരുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ സർക്കാരോ ബാങ്കുകളോ ഈ ഭാരം ചുമക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സർക്കാരുമായി ചേർന്ന് തീരുമാനിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുന്ന ഉപയോക്താക്കൾക്ക് തുക പൂർണ്ണമായും സൗജന്യമായിരിക്കും. പ്രതിവർഷം 1.5 കോടി രൂപയിൽ താഴെ വിറ്റുവരവുള്ള ചെറുകിട കച്ചവടക്കാരെയും സേവന നിരക്കിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ പ്രതിവർഷം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള സൂപ്പർ മാർക്കറ്റുകൾ, വൻകിട ബ്രാൻഡുകൾ തുടങ്ങിയവരിൽ നിന്ന് 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് 0.3% മുതൽ 0.5% വരെ നിരക്ക് ഈടാക്കാനാണ് ആലോചന. 2020 മുതലാണ് ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി UPI സേവന നിരക്കുകൾ സർക്കാർ നിരോധിച്ചത്. എന്നാൽ പ്രതിമാസം കോടിക്കണക്കിന് ഇടപാടുകൾ നടക്കുന്ന UPI ശൃംഖല തടസ്സമില്ലാതെ പരിപാലിക്കാൻ ബാങ്കുകൾക്കും ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾക്കും വലിയ തുക ചെലവാകുന്നുണ്ട്. പുതിയ സേവന നിരക്ക് വരുന്നതോടെ ഈ മേഖലയിലേക്ക് കൂടുതൽ സാങ്കേതിക മുന്നേറ്റങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും കൊണ്ടുവരാൻ കമ്പനികൾക്ക് സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.